ഇന്നത്തെ വീഡിയോ കുറച്ച് നോക്കും. നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് ആ ചാറ്റ് മെസ്സേജൊക്കെ മറ്റാരെങ്കിലും കാണുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ചോർത്തി കൊണ്ടുപോകുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട്. ഏതാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ വാട്സപ്പിനകത്തുള്ള ആ ഫീച്ചറൊന്ന് പോയി നോക്കുക. നിങ്ങൾ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിനകത്ത് എന്തെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. അത് ഏതാണ്, അതെങ്ങനെ ഉപയോഗിക്കുക, ഇങ്ങനെ നമ്മുടെ ഡാറ്റ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോ ആണ്. നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം, കാരണം ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് ഈ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ലിങ്ക് ഡിവൈസ് എന്നുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വിചാരിക്കുക ലിങ്ക് ഡിവൈസിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാമെന്ന്. എന്നാൽ നിങ്ങൾ അറിയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ലിങ്ക് ഡിവൈസ് ക്ലിക്ക് ചെയ്തപ്പം ഗൂഗിൾ ക്രോം കാണിക്കുന്നുണ്ട്. ഈ 2 ഗൂഗിൾ ക്രോം ഇതെന്താണെന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത്തരത്തിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മൊസില്ല ഫയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിൻഡോസിൻ്റെ ചിഹ്നമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ചിഹ്നം ആൻഡ്രോയിഡൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാട്സപ്പ് ആരോ ചാറ്റുകളൊക്കെ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് 2 ഗൂഗിൾ ക്രോം കാണാൻ സാധിക്കും. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ 2 വാട്സപ്പിൽ കണക്ട് ചെയ്തുകൊണ്ടാണ്. കാരണം നമുക്ക് ഒരു നമ്പറിലെ വാട്സപ്പ് നമുക്ക് 4 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ 2 എണ്ണത്തിൽ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലാപ്പിലും ഒന്ന് എൻ്റെ മറ്റൊരു മൊബൈൽ ഫോണിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ 3 സിസ്റ്റത്തിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ലാപ്പിലും ഒരു മൊബൈലിലും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പും. നമുക്ക് ഇനി 2 എണ്ണം കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഇതുപോലെ ലിങ്ക് ഡിവൈസ് എന്ന് കാണുന്ന ഭാഗത്ത് ഇതുപോലെ വന്ന് നോക്കുക. ഇവിടെ ആൻഡ്രോയിഡിൻ്റെയോ വിൻഡോസിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ ഗൂഗിൾ ക്രോമിൻ്റെതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊസില്ല ഫയർ പോലുള്ള ബ്രൗസറുകളുടെ ചിഹ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ വാട്സപ്പ് ആരോ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ഒരു ബന്ധം എങ്ങനെ വിച്ഛേദിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിനകത്ത് ഒന്നിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ചോർത്തി കൊണ്ടുപോയ വാട്സപ്പ് ഇവിടെ ലാസ്റ്റായിട്ട് കണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ 8:38 ഇവിടെ കാണിക്കുന്നത്. 8:38 ഇവിടെ ഇന്നലത്തെ ദിവസം ഇവിടെ കാണിക്കുന്നുണ്ട്. എസ്റ്റർഡേ 8:38 കാണിക്കുന്നുണ്ട്. അതുപോലെ എവിടെ വെച്ചാണത് ലിങ്ക് ചെയ്യുന്നുള്ള ലൊക്കേഷനും കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് ലോഗ് ഔട്ട് എന്നുള്ള റെഡ് മാർക്ക് കാണും. ഈ റെഡ് മാർക്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആ ഒരു ബന്ധം വിച്ഛേദിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.